friends. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സിവിൽ സർവീസിന്റെ ജേർണി ഈസ് ഗോയിങ് ഓൺ ആൻഡ് നൗ വി ആർ ഹിയർ ഇന്ത്യൻ ഫോറിൻ സർവീസ്. ടുഡേ ഐ എം വെരി എക്സൈറ്റഡ് ആൻഡ് വെരി ക്യൂരിയസ്. എന്താണെന്നറിയാമോ? ബിക്കോസ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സർവീസിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ. നമുക്ക് ഉണ്ടാവും അല്ലേ, ഓരോ പേഴ്സണും അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനും ഉണ്ടാവും ദി സർവീസ് ഈസ് വെരി സ്യൂട്ടബിൾ ടു മീ, അല്ലെങ്കിൽ എനിക്ക് ഈ സർവീസ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഇതുമായിട്ട് കുറച്ച് ഒക്കെയാണ്, ഇതിനകത്തുള്ള കുറേ കാര്യങ്ങൾ ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റഡ്, അങ്ങനെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആസ് എ പേഴ്സൺ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു സർവീസാണ് ഫോറിൻ സർവീസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഫോറിൻ സർവീസിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഫോറിൻ സർവീസ് അല്ലേ. മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ടേക്ക് ഓഫ് എന്ന മൂവി കാണാത്ത കുറച്ച് മലയാളീസേ ഉണ്ടാവുള്ളൂ അല്ലേ. ഓക്കെ, നിങ്ങൾ ഒരുപക്ഷെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ ആളുകളൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഫഹദ് ഫാസിലിൻ്റെ ഒരു എന്താ പറയുക അപ്പിയറൻസ് അല്ലെങ്കിൽ ഫഹദ് ഫാസിലിൻ്റെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ കണ്ടിട്ട് എണീറ്റ് നിന്ന് കൈ അടിച്ച ടീംസാണ്. സോ അതിൽ നിന്ന് മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിലെന്തായിരുന്നു പുള്ളിക്കാരുടെ റോള്? ഹി വാസ് എൻ IFS ഓഫീസർ അല്ലേ, ഒരു ഡിപ്ലോമാറ്റ് ആയിട്ടാണ് അതിനകത്ത് ഫഹദ് ഫാസിൽ ഉണ്ടായിരുന്നത്. സോ നമ്മുടെ റിയൽ ലൈഫിൽ അങ്ങനെ ഒരുപാട് ഹീറോസ് ഉണ്ട്. നമ്മുടെ റിയൽ ലൈഫിൽ ഒരുപാട് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്തിട്ട് നമുക്കൊക്കെ ഇപ്പോഴും ഒരു ഗാർഡിയൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സോ ഇന്നത്തെ ജേർണി അല്ലെങ്കിൽ ഇന്നത്തെ ടോക്ക് മൊത്തം അവരെ കുറിച്ചാണ്. ഈ ഒരു കാഴ്ച നിങ്ങൾ പലരും പല സമയത്ത് കണ്ടിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 ഇസ്രയേലിൽ ഒരുപാട് മലയാളി നഴ്സുകൾ കുടുങ്ങി പോകുന്നു. അവരെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ആയിക്കോട്ടെ എല്ലാവരും വളരെയധികം ഭയങ്കര പാനിക് ആയിട്ടുള്ള ഒരു നിമിഷം. ഫാമിലീസ് ആണെങ്കിൽ അയ്യോ അവർക്ക് എന്ത് സംഭവിച്ചു, അവരിപ്പോൾ അവിടെ ലൈക്ക് എങ്ങനെയാണ് നിൽക്കുന്നത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്ന് അല്ലെങ്കിൽ അവരെങ്ങനെ നാട്ടിലെത്തിക്കുന്നൊക്കെ എല്ലാവരും ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയി പാനിക്കായി നിൽക്കുന്ന സമയത്ത് അവരെ വളരെ ഈസിയായി ഇൻ ദ സെൻസ് നമ്മുടെ സെൻസിൽ ഈസി ആയിട്ട് കേട്ടോ, നമ്മുടെ ഒരുപാട് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് ഇവരെ നാട്ടിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ അതിൽ ഏറ്റവും മുന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഡിപ്ലോമാറ്റ്സും തന്നെയാണ്. അപ്പോൾ അതിനെപ്പറ്റി ആക്ച്വലി നമ്മുടെ ടേക്ക് ഓഫ് എന്ന മൂവി ഇതിൻ്റെ ഒരു സ്റ്റോറിയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഏറെക്കുറെ മനസ്സിലായി കാണും എന്തൊക്കെയാണ് അവർ സഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്തൊക്കെ ഇഷ്യൂസിലാണ് അവർ പുറത്ത് വന്നത് ആൻഡ് അവരെങ്ങനെ ഇന്ത്യയിലേക്ക് ബാക്ക് ടു വന്നു അല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ വളരെ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള വേറൊരു ഇൻസിഡൻറ്റും കൂടി ഓർക്കണം. ഈ ഒരു പിക്ചർ കണ്ടോ? ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഇവർ ടൂർ പോയതിന് ശേഷം ഒരു ബസ്സിന് പുറത്തുനിന്ന് എടുത്ത ഒരു ഫോട്ടോ ഒന്നുമല്ല. നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ പിടിച്ചിട്ട് ഇവർ നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റീസെൻ്റ് ആയിട്ട് നമ്മുടെ യുക്രൈൻ ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാണ്ടാവും അല്ലേ. റഷ്യ പോകുന്നു, വാർ നടത്തുന്നു, അങ്ങനെ കുറേ ഇഷ്യൂസ് നടന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് വാസ് ദെയർ അല്ലേ. യുക്രൈനിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ സ്റ്റുഡൻസിനെ ബാക്ക് ടു നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഒരുപാട് മൂവ്മെൻറ്റ്സ് ഒക്കെ നടത്തി ബൈ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി അത് റിലേറ്റഡ് ആയിട്ട്. പക്ഷെ നമുക്ക് അവിടെ നമ്മൾ ന്യൂസിലൊക്കെ വായിക്കുമ്പോൾ കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻസ് ആണെങ്കിൽ നമ്മുടെ ഫ്ലാഗ് എന്ത് ചെയ്യുക, നമ്മൾ പോകുന്ന വെഹിക്കിളിന്റെ മുന്നിൽ നമ്മുടെ ഫ്ലാഗ് വെച്ചിട്ട് മൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ റഷ്യ വോണ്ട് അറ്റാക്ക് അസ് അല്ലേ. അങ്ങനെ ഒരു സാധനം വന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഡിപ്ലോമാറ്റ്സിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പവർ എത്രത്തോളം നമ്മുടെ ഒരു അതർ കൺട്രിയിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു നെയ്ബറിംഗ് കൺട്രിയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് അച്ചീവ്മെന്റ്സ് ഇന്ത്യക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഡിപ്ലോമാറ്റ്സിന്റെ ഒരു പവർ കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡിപ്ലോമാറ്റിക്കൽ മൂവ്മെന്റ്സ് കൊണ്ടാണ്. ഇത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുന്നത്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ അണ്ടറിലാണ് നമ്മുടെ IFS ഓഫീസേഴ്സ് വരുന്നത്, അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളും നടക്കുന്നത്. ഇപ്പം നമ്മൾ വളരെ റീസെന്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡിപ്ലോമാറ്റിക്കൽ മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഈ ഒരു ഗവൺമെന്റ് വന്നതിന് ശേഷം നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫോറിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്. ഒരു വാർ വന്നാലും അല്ലെങ്കിൽ നമുക്കൊരു ത്രെട്ടൺ വന്നു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രീസ് എന്ത് ചെയ്യും, നമ്മൾ വന്നിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം നമ്മുടെ PM ആണെങ്കിൽ ഒരുപാട് യാത്രകൾ കണ്ടക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരുപാട് ട്രീറ്റീസ് സൈൻ ചെയ്യുന്നു. UNSCയിൽ നമ്മുടെ പെർമനന്റ് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് റിലേറ്റഡ് കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫോറിൻ സർവീസിൽ നമ്മൾ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഫസ്റ്റ് തന്നെ പറയാറുണ്ട് അല്ലെ, നമുക്ക് ഈ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു UPSC റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും വി ഷുഡ് ഗോ ഒഫീഷ്യൽ സൈറ്റ്സ് അല്ലേ. അതായത് ഗവൺമെന്റിന്റെ തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ ചെറിയൊരു സൈറ്റ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇറ്റ്സ് ഒഫീഷ്യൽ സൈറ്റ് ഓഫ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഫോറിൻ സർവീസിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അബൌട്ട് ഹൗസ് നോക്കുക. ദെൻ അതിൽ ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന് കാണാൻ പറ്റും. ദെൻ ഗോ ഫോർ ഇറ്റ് നമ്മുടെ ഇന്ത്യയുടെ ഫോറിൻ സർവീസിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എങ്ങനെയാണ് അതിൻ്റെ ട്രെയിനിങ് പ്രോസസ്സുകൾ, കരിയർ, ഫങ്ഷൻസ് ആൻഡ് സ്ട്രെങ്ത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് വളരെ ഒതൻറ്റിക് ആയിട്ട് കിട്ടും. നമുക്ക് കറക്റ്റ് എന്താ പറയുക, വേറൊരു സൈറ്റ് പറയുന്ന പോലെയോ അല്ലെങ്കിൽ വേറെ ആളുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നത് പോലെയോ അല്ല. നമുക്ക് ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു മാറ്റേഴ്സ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആണ് ഡോക്ടർ S. ജയശങ്കർ. ഹി വാസ് എൻ IFS ഓഫീസർ.
അപ്പം ഇതിലേക്കൊക്കെ എങ്ങനെ എത്തുന്നു എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. സോ ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ഈ IFS റിലേറ്റഡ് ആയിട്ടുള്ള ഒരുവിധം കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുക. ദെൻ ഹിയർ വി ഗോ RTI, റൈറ്റ് ടു ഇൻഫർമേഷൻ. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ഇവിടെ വി ക്യാൻ ആസ്ക് ആൻഡ് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഈ ഒരു വെബ്സൈറ്റ്. ഈവൻ നിങ്ങൾക്ക് ഇതിനെ IFS അല്ലെങ്കിൽ ഫോറിൻ റിലേറ്റഡ് മാറ്റേഴ്സിലൊക്കെ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിങ്ങൾ പോവുക, എന്നിട്ട് അതിനകത്തുനിന്ന് നല്ല ഫാക്ട്സ് മാത്രം എടുക്കുക. നമ്മുടെ ഈ ഒരു G20 ഇപ്പം നടക്കുന്നുണ്ടെന്നൊക്കെ അറിയാലോ, അതിനെ പറ്റിയിട്ടുള്ള ന്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഗവൺമെന്റ് വെബ്സൈറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏറെക്കുറെ സൈറ്റിനെ പറ്റി മനസ്സിലാക്കിയല്ലോ. ദെൻ നമുക്ക് എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് അറിയേണ്ടത്. സെലക്ഷൻ പ്രോസസ് ഇൻ ദ സെൻസ് നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് UPSCയുടെ അണ്ടറിൽ നടക്കുന്ന സിവിൽ സർവീസ് എക്സാമിനേഷനിലൂടെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് A സർവീസിലുള്ള IFSലേക്കുള്ള ഒരു എൻട്രി നടക്കുന്നതെന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ, ഈ ഒരു 3 പ്രോസസ്സ് നടന്നിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാമിനേഷൻ പാസ്സാവുന്നത്. നമ്മുടെ ഒരു സിവിൽ സർവീസിന്റെ ഒരു എൻട്രൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു UPSC എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എത്തുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഫോർ അഡ്മിനിസ്ട്രേഷൻ, ബസ്ന, അവിടേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് ഈ ഒരു എക്സാം പാസ്സായതിനു ശേഷം വരുന്നത്. നമ്മുടെ ഒരു ബേസിക് ഫൗണ്ടേഷൻ കോഴ്സിന് വേണ്ടിയിട്ട് 3 months കോഴ്സാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൾ ഇന്ത്യ സർവീസിനകത്തുള്ള ആളുകൾ ഇൻക്ലൂഡഡ് ആയിരിക്കും, അതേപോലെ ഗ്രൂപ്പ് A സർവീസിലുള്ള ആളുകളും ഇൻക്ലൂഡഡ് ആയിരിക്കും. ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് ഇവിടേക്കാണ്, ന്യൂഡൽഹിയിലുള്ള സുഷമ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ സർവീസ്, അതായത് SSIFS. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇൻ ദ സെൻസ് എന്തൊക്കെയാണെന്നല്ലേ, നമ്മുടെ ഇവിടെ ഫസ്റ്റ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി ഈ ഒരു സബ്ജക്റ്റിലേക്ക് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു ടോപ്പിക് വൈസ് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക്സിനെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ട് പഠിക്കുന്നത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ്. ഇവിടുന്ന് നമുക്ക് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു എക്സ്റ്റേണൽ അഫയേഴ്സ് റിലേറ്റഡ് അല്ലെങ്കിൽ മിനിസ്ട്രി എന്നുള്ളൊരു ഇന്റേൺഷിപ്പ് പീരീഡ് അല്ലെങ്കിൽ ചെറിയൊരു പീരീഡ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കമ്പൽസറി ലാംഗ്വേജ് കോഴ്സ് ഉണ്ട്. അതായത് അത് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഈവൻ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഫ്രഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് നേറ്റീവായിട്ട് സംസാരിക്കുന്ന കൺട്രിയിൽ പോകുന്നു, അവിടെ നിന്ന് വളരെ ലോക്കലായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലാംഗ്വേജിൽ വളരെ പ്രൊഫിഷ്യൻ്റ് ആയിരിക്കണം. നമ്മൾ സർവീസിൽ കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിൻ്റെ ഒരു പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് നമ്മൾ 3rd സെക്രട്ടറി ആയിട്ടൊക്കെ മാറുന്നത്. സോ എന്തൊക്കെയാണ് അതിൻ്റെ റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു സെഷനിൽ സംസാരിക്കാം. അപ്പം നമ്മുടെ ഇതിന് ശേഷം നമ്മൾ എവിടെയാണോ നമുക്ക് നമ്മുടെ ലാംഗ്വേജിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് പോസ്റ്റിംഗ് കിട്ടുന്നു. ഫസ്റ്റ് കിട്ടുന്ന പോസ്റ്റിംഗ്, അതായത് 3rd സെക്രട്ടറി ആയിട്ട് ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടുന്നത് നമ്മൾ പഠിച്ച ലാംഗ്വേജ് എവിടെയൊക്കെയാണോ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ആ ഒരു കൺട്രിയിലായിരിക്കും നമുക്ക് ആ ഒരു പോസ്റ്റിംഗ് കിട്ടുന്നത്. അപ്പോൾ ഏറെക്കുറെ നമുക്ക് ഈ ഒരു IFSനെ പറ്റി ചെറിയൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഓരോ ടോപ്പിക് അല്ലെങ്കിൽ നമുക്ക് ഓരോ IFSന് കുറച്ചുകൂടി ആഴങ്ങളിൽ നമുക്ക് അടുത്തുള്ള സെഷനിലൊക്കെ സംസാരിക്കാം. സോ ഇന്നത്തേക്ക് ബൈ.